ഹലോ മക്കളെ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ മൂന്ന് അവസ്ഥകളെ കുറിച്ച് നമുക്കറിയണം അല്ലേ? ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ആണിത്. അപ്പം ഈ ഒരു മൂന്ന് സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ് കൃത്യമായിട്ടുള്ള ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളത്, അതേപോലെ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയവും ഉള്ളത് എന്നാണ് ചോദ്യം. വോളിയത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല. എന്നാലും LSS പോലെയുള്ള ഒരു എക്സാം അല്ലേ, നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്ന എക്സാമിൽ ചിലപ്പോൾ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ആകെ ഒന്ന് പെട്ടുപോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും കൂടെയുണ്ട്. അപ്പം മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന LSSൻ്റെ ഒരു ബാച്ചാണ് ജ്വാല ബാച്ച് എന്ന് പറയുന്നത്. തികച്ചും സൗജന്യമാണ്. ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ സൈലത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സൊക്കെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം, അവ പഠിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഖരവസ്തുക്കൾക്കാണ് കൃത്യമായിട്ടുള്ള ആകൃതിയും കൃത്യമായിട്ടുള്ള വ്യാപ്തവും ഒക്കെ ഉള്ളത്. ലിക്വിഡിനാവുമ്പോൾ കൃത്യമായിട്ടുള്ള ആകൃതി ഉണ്ടാവില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള വ്യാപ്തം ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊക്കെ നമുക്ക് ജ്വാല ബാച്ചിൽ വെച്ച് പഠിക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.